ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് എന്താണുള്ളത്, അല്ലെ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഈ വീഡിയോ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ ആ ബന്ധത്തിൽ നിങ്ങളിപ്പോൾ പ്രതിജ്ഞാബദ്ധരാണ്, അല്ലേ? അങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. പല കാര്യങ്ങളും കുറേ കൂടി ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നാണ്. നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാമതൊരാളിൻ്റെ സമീപനം തേടാവുന്നതാണ്. അല്ലെങ്കിൽ മൂന്നാമതൊരാളുമായിട്ട് നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാവുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ചാണ് വളർന്നു വന്നത്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബന്ധം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പരസ്പരം അറിയാമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തനാണ്, എല്ലാത്തിനും സ്ഥിരതയുള്ള വ്യക്തിയായിരുന്നു, കർക്കശക്കാരനും ശാഠ്യക്കാരനുമാണ്. നിങ്ങൾ പറയുന്ന നിസാര കാര്യങ്ങൾ പോലും കേട്ട് നിൽക്കാനുള്ള സമയമുള്ള ആളല്ല. അതായത് വിനോദത്തിനും അങ്ങനെ സമയം കണ്ടെത്തുന്ന ഒരാളല്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്കളിയൊന്നും ആ വ്യക്തിയോട് നടക്കില്ല. ആളല്പം സ്ട്രോങ് ആണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന കാര്യം അവരുടെ ലൈഫിൽ നടക്കണമെന്നുള്ള ശാഠ്യമുള്ള ആളാണ്. അതെന്തെങ്കിലും തരത്തിൽ കോട്ടം വന്നാൽ അതവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും പോലെയാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ താല്പര്യങ്ങൾ ആരെയും അറിയിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. എന്തിന് പറയുന്നു, വികാരങ്ങൾ പോലും മൂടിവെക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാറില്ല, അല്ലെങ്കിൽ അത് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. മനസ്സ് തുറന്നൊന്നും തന്നെ പറയുന്ന വ്യക്തിയല്ല. ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും ഊഹിച്ചെടുക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മറ്റ് ബന്ധങ്ങളിലൊന്നും അവർക്ക് താല്പര്യവുമില്ല, മറ്റ് ബന്ധങ്ങളിൽ പോവത്തുമില്ല. അവർ ഒരാളുമായിട്ടുള്ള ലൈഫാണ് അവരേറെക്കുറെ ആഗ്രഹിക്കുന്നത്. ആ ബന്ധം അവർ ദീർഘനാൾ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആ പേഴ്സണ് പിന്തുണ കൊടുത്തിരുന്ന ആളായിരുന്നു നിങ്ങൾ. അതുപോലെ തന്നെ പല കാര്യത്തിലും കരുതലും നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് അനുകമ്പയോടും കൂടിയും സഹാനുഭൂതിയോടുകൂടിയും ഒക്കെയാണ് നിങ്ങൾ പെരുമാറിയിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് അനാവശ്യമായ ഒരു കാര്യവും സംസാരിക്കാറില്ലായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം ആ പേഴ്സൺ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വല്ലതും സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നുവെന്നാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് അളവിൽ കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നല്ലൊരു കേൾവിക്കാർ കൂടെ ആയിരുന്നു. അവർ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയുന്നതാണ് നിങ്ങൾ കൂടുതലും കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കേൾക്കാനത് ഇഷ്ടവുമായിരുന്നു. അവർ പറയാനും ഇഷ്ടമുള്ള ആളായിരുന്നു. അവരെക്കുറിച്ചല്ല കേട്ടോ. അതുകൊണ്ട്
നിങ്ങൾ നല്ലൊരു ശ്രോതാവാണെന്ന് എനിക്കിവിടെ പറയാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ മുൻകാല സംഭവങ്ങളിൽ നിങ്ങൾക്ക് വേദനയോ സങ്കടമോ കടിച്ചമർത്തി ജീവിക്കുകയാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ മനസ്സിലാവുന്നു, നിങ്ങൾ വളരെ ഫീലിങ്സിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളത്. കാരണം നിങ്ങൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വേദനയും സങ്കടമൊക്കെ വന്നാൽ നിങ്ങൾക്കത് കഠിനമായിരിക്കും എന്നുള്ളതാണ്. ചെറുതുപോലും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായ ആൾക്കാരാണ്. കാരണം ഒരുപാട് അങ്ങനെ ജീവിക്കുന്നവരല്ലേ, അതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും നഷ്ടങ്ങളും അറിഞ്ഞ് ജീവിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വ്യക്തിക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിന്ന് നിങ്ങൾ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറായി, നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു പ്രശ്നത്തിൽ നിന്നും കൈപിടിച്ചുയർത്താൻ മനസ്സുള്ള വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പങ്കാളിയിൽ നിന്നും കിട്ടണമെന്ന് നിർബന്ധവുമുണ്ട്. കാരണം അത്രയും നല്ല രീതിയിലാണ് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് ഉള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് പിടിവാശികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, എങ്ങനെ അറിയില്ല, നിങ്ങൾ തന്നെയാണ് അതിന് പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു തരത്തിൽ എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. മോശമായ വേർപിരിയലാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്. നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏകാന്തതയിൽ നിങ്ങൾ വീർപ്പ് മുട്ടുന്നുണ്ടെന്നും നമുക്കിവിടെ കാണാൻ കഴിയും. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് രസകരമായ സമയം ചെലവഴിച്ചിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് മാനസികമായ ബുദ്ധിമുട്ട്. അതൊന്ന് നിങ്ങൾ അടുത്ത് വരാൻ എന്നത് മനസ്സിലാക്കുന്നത്, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ചെറിയ ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ല ആ പേഴ്സൺ സംസാരിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത്രയും നല്ല രീതിയിലാണ് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ അത്രയും നല്ലൊരു പേഴ്സണാണ്. മാത്രമല്ല നിങ്ങളെ കൂടെ ഉള്ള ആ പേഴ്സൺ എന്ന് പറയുന്നത് നല്ല ഒരു വ്യക്തിത്വത്തിനുടമയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ട് പേർക്കും കുറച്ച് ഈഗോയുടെ പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല വ്യക്തികൾക്കുടമയായ ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം വന്ന് നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യം. കാരണം നിങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതാണ് ഇവിടെ വിഷയമായിട്ട് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷകരമായ നാൾ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഇവിടുത്തെ സ്പ്രെഡുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല പോസിറ്റീവ് എനർജി വരുമ്പോൾ നിങ്ങളും പോസിറ്റീവായിരിക്കണമെന്നാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് അടുത്തിടെ നമുക്ക് വന്നിരിക്കുന്ന അടുത്തിടെ നമുക്ക് കിട്ടുന്ന സോൾമേറ്റ് കാർഡുകളാണ്. അത് പറയുന്നത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഹാപ്പിയായി ഇരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബന്ധം തീവ്രമാണെന്നും ദീർഘകാലം നിൽക്കുമെന്നും ആ പേഴ്സൺ നിങ്ങളെ തീവ്രമായി പ്രണയിക്കുന്നുണ്ടെന്നും ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നിങ്ങൾ ഊഹിക്കുന്നതിൽ കൂടുതൽ നല്ലൊരു ബന്ധവുമായി തിരിച്ചു വരുമെന്നാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങൾ എങ്ങനത്തെ ഒരു പേഴ്സണെയാണോ നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട് നടന്നത്, അതുപോലൊരു പേഴ്സണായി ആ വ്യക്തിക്ക് മാറാൻ കഴിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതുവരെയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൽ ആ വ്യക്തി വളരെയധികം
മാനസികമായ ബുദ്ധിമുട്ട് ആ വ്യക്തിക്കും ഉണ്ട്. കാരണം നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ലൈഫായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്നത്. എന്തോ കാരണത്താൽ നിങ്ങൾക്ക് വേർപിരിഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം വന്നു. പക്ഷേ എന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളിനെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളെ അവർക്ക് കിട്ടുകയുള്ളൂ എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ആയി തീരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ നല്ലൊരു ബന്ധവുമായി തിരിച്ചു വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സും പറയുന്നത്. നിങ്ങളെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിത്വമുള്ള വ്യക്തിയാണ്, വേഗതയോടു കൂടിയുള്ള സംസാരമായിരിക്കും, ബുദ്ധിയുള്ള ആളായിരിക്കും, ധൈര്യവും മത്സരബുദ്ധിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. കരിയറിനെ സംബന്ധിച്ചൊക്കെ നല്ല ഉയരങ്ങളിലെത്താൻ കഴിയുന്ന വ്യക്തിയെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് നിങ്ങൾ തമ്മിൽ കൂടിച്ചേരുകയാണെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നാണ്. നിങ്ങൾ സോൾമേറ്റ് കണക്ഷനുള്ളവരാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് അങ്ങനത്തെ കാർഡുകളാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം അവസാനം കിട്ടിയ സ്പ്രെഡ് എന്നൊക്കെ പറയുന്നത് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്പ്രെഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക, നിങ്ങൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ തോട്ടുകളിൽ പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് ആ പേഴ്സണെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിനെക്കുറിച്ചോ നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ നല്ല പോസിറ്റീവായി ചിന്തിക്കണമെന്നാണ് ഇവിടെ വീണ്ടും യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൽ സ്നേഹവും ഐക്യവും പരസ്പര ബഹുമാനവും വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ആ പേഴ്സണിൻ്റെ മനസ്സ് നിറച്ചും നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളുമായിട്ടുള്ള ഒരു പുനർജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടുത്തെ സ്പ്രെഡുകൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ നമുക്ക് കിട്ടിയ സ്പ്രെഡുകളെല്ലാം വളരെ മനോഹരമായതാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടൊന്നും അതിൽ കാണുന്നില്ല. ചെറിയ ചെറിയ പ്രോബ്ലങ്ങളല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഇതുമില്ല. കാരണം ദീർഘനാളത്തെ ബന്ധം സൂചിപ്പിക്കുന്ന സ്പ്രെഡുകളാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കിട്ടിയതുപോലെയാണ് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല വ്യക്തികൾക്കുടമയാണ് നിങ്ങൾ രണ്ടാളും. നിങ്ങൾ രണ്ടാളും തന്നെയാണ് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത്. അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കിട്ടിയതുപോലെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. വളരെ നല്ല സ്പ്രെഡുകളാണ്. അതിപ്പോൾ സൂചിപ്പിക്കുന്നത് തന്നെ ദീർഘനാളത്തെ ബന്ധം നിങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ്. നമുക്കിവിടെ കിട്ടിയതെല്ലാം വളരെ യൂണിവേഴ്സിൻ്റെ പ്രാർത്ഥനയോടുകൂടി കിട്ടിയ കാർഡുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എല്ലാം ചിന്തിക്കുക. പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂണിവേഴ്സിൻ്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാകുമെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, നിങ്ങൾ പോസിറ്റീവായിരിക്കുക എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.